ഗുഡ് മോർണിംഗ് ഗൈസ്. ഒരു ബാഡ് ന്യൂസ് ഉണ്ട് ഗൈസ്. എന്തിനാണ് സംഭവിച്ചത്? വണ്ടിയുടെ എന്തിനാ സ്പ്രിങ് എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. അതെന്തെങ്കിലും പുല്ലാവട്ട്. അപ്പൊ അത് പൊട്ടി. അപ്പൊ 10:15 ട്രിപ്പ് കട്ട് ചെയ്ത് നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? നമ്മളെങ്ങോട്ടാ പോകുന്നേ? ഏത് വർക്ക്ഷോപ്പിലോട്ടാ പോകുന്നേ? അല്ല, അവിടെ തെറ്റി. ഏത്? മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലോട്ട് പോവാണ് ഗൈസ്. താണ്ട വേട്ടാവളിയിൽ ഷിബു ഇരുന്ന് വണ്ടി ഓട്ടിക്കുന്നു. ഉത്തരവാദിത്തം വേണ്ടേ? അപ്പൊ നമ്മൾ വർക്ക്ഷോപ്പിലോട്ടൊക്കെ പോവേണ്. അപ്പൊ വർക്ക്ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും നടക്കുമെന്ന് ചോദിച്ചാൽ അമ്മക്കും അറിഞ്ഞൂടാ. 12:05 ട്രിപ്പ് എന്തായാലും മുടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രിപ്പ് മുടക്കി പോകുന്നത്. അപ്പൊ ചോദിക്കും, ഓ അത് നിങ്ങളടുത്ത് പറയണത് ഞാനാണെങ്കിൽ നിങ്ങളൊക്കെ കേട്ടാൽ മതി. പക്ഷെ നിങ്ങളിതെല്ലാവരും കേൾക്കണം. അപ്പൊ ഡോറാബുദ്ധി എങ്ങോട്ട് പോവുക? നമ്മൾ ഏത് വഴിയാണ് പോണേന്ന് അറിയാവോ? നമ്മൾ നഗരൂരിന്ന് ഇപ്പൊ ഇവിടെ കൊടുവഴഞ്ഞൂർ സ്കൂളിന്റെ മുമ്പിലെത്തി നമ്മൾ. അപ്പൊ ഈ തിരുവനന്തപുരം ജില്ലക്കാർക്ക് കിളിമാനൂര് കാര്യമായിട്ടൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് അങ്ങോട്ട് പോണ സ്ഥലങ്ങൾ കാണിച്ചു തരാവേ. അത് പാട് മാറണമെങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ, മുഖം മൊത്തം കുരുക്കളുമായിട്ട് നടക്കുന്നത്. ചെറുക്കന് പെണ്ണെട്ടാളെ ചെറുക്കനല്ലേ. അപ്പൊ നമുക്ക് ഇവനൊരു നല്ല പെൺകൊച്ചിന്റെയൊക്കെ ജീവിതമൊക്കെ കിട്ടണമെങ്കിൽ ഫേഷ്യലൊക്കെ ചെയ്യട്ടെ. അതിനെ കുറിച്ച് പറഞ്ഞതാണ് നമ്മൾ. ഇതറിയാതെ ഓട്ടോമാറ്റിക്കലായിട്ട് വീഡിയോ ഇതിനകത്ത് കയറുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നല്ല കേട്ടോ. ഇതിന്റെ ഇടയിൽ കൂടി നമ്മുടെ സ്വന്തം ഷിബു ബസ് ഓടിക്കുകയാണ് ഗൈസ്. ഭയങ്കര ബിസിയിലാണ്, വിഷമത്തിലിരിക്കുകയാണ് സാറ്. വർക്ക്ഷോപ്പിൽ പോണതിന്റെ വിഷമമാണ്. ട്രിപ്പ് മുടങ്ങിയാൽ അതൊരു സത്യം പറഞ്ഞാൽ അതൊരു വിഷമം തന്നെയാണ്. കാരണം സ്ഥിരമുള്ള യാത്രക്കാർ നമ്മളെ ബസ്സില്ലെങ്കിൽ ആള് പോയി കഴിഞ്ഞാൽ കളക്ഷൻ കുറയും ബസ്സിൽ. അതൊക്കെയാണ് ഈ വർക്ക്ഷോപ്പ്. ഏതാണ്ട് എന്നെ തിരുത്താൻ വരല് കേട്ടല്ല. അപ്പൊ അതോ RKV അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ RKVയിലായിരുന്നു നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് ഗൈസ്. അതുകൊണ്ട് അതൊരു നൊക്ലാച്ചിയാണ്. പിന്നെ അതാ ഇരിക്കുന്നു, കയ്യും കെട്ടി ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? അപ്പൊ നമ്മളെ ബസ്സൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാ നമ്മളെ ബസ്? നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എത്തി. അയൽപ്പാടങ്ങളും കഴിഞ്ഞ് നമ്മൾ താണ്ടി പോവുകയാണ് ഗൈസ്. വർക്ക്ഷോപ്പ് തേടിയല്ല, കാര്യമായിട്ട് വർക്ക്ഷോപ്പിലോട്ടാണ് പോണത്. പൊരുത്തമണ്ണല്ലേ? പൊരുത്തമണ്ണിലാണ് പോണത് അല്ലേ? അപ്പൊ ഞാൻ പറയണൊക്കെ കേൾക്കുന്നുണ്ട്. ആൾക്കാർ വിചാരിക്കും എനിക്ക് വട്ടായി. ചെറുകാരൻ സ്ഥലം, ചെറുകാരൻ. നമുക്ക് അങ്ങനെ വീഡിയോ എടുത്ത് ഭയങ്കര ക്വാളിറ്റിയുള്ള വീഡിയോ ഒന്നുമല്ല. നമ്മൾ ഹൈ പ്രൊഫഷണൽസും അല്ല. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അല്ലേടാ ഷിബുവേ? അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എത്താറായി ഗൈസ്. ഞാൻ കാണിച്ചു തരാം. സൂപ്പർ സ്ഥലമുണ്ട്. ഇവിടെ ഒരു അമ്മൂമ്മയുടെ കടയുണ്ട് കേട്ടോ. എല്ലാം നല്ല വിഷമൊന്നും അടിക്കാത്ത പച്ചക്കറിയൊക്കെ കിട്ടും. കണ്ടിട്ടില്ലേ? അങ്ങനെ നമ്മൾ കാടും പുഴയും മലയും കാട്ടാറുകളും താണ്ടി പേടികുളം എന്ന് പറയുന്ന ഒരു പേടിപ്പിക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് നമ്മൾ ഒരു വലിയ കൊട്ടാരം കണക്കത്തെ വീടല്ലേ, നല്ല വീടല്ലേ? അല്ല, അത് വിഷയം മാറി. അടിപൊളി ഒരു വീട് കണ്ടാ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ വീട്? കൊള്ളാല്ലേ ആ വീട്? എനിക്ക് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടാ. അപ്പൊ കാരേറ്റ് എത്താറായി. ആയി പണ്ട. അപ്പൊ കാരേറ്റ് ആവാറായി. ജിത്തു ഇവിടെ ഇരുന്ന് നല്ല അന്തസ്സായിട്ടിരുന്ന് വായൊക്കെ ഇടും. ഇറങ്ങാൻ പോയി. അപ്പൊ നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് ചെന്നിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വർക്ക്ഷോപ്പില് എനിക്ക് ബസ്സിന്റെ ഒരു കാര്യങ്ങളും അറിഞ്ഞൂടാ. ഉള്ളതെന്ന് പറയാലും എനിക്ക് ആകെ ടിക്കറ്റ് കൊടുക്കാനും കണക്ക് കൂട്ടാനും അറിയാം. അല്ലാതെ ഇതിന്റെ 4 ടയറുണ്ട്. 4 6 ടയർ. 6 ടയറുണ്ടെന്നറിയാം. 6 ടയറല്ലേ വാങ്ങി പറഞ്ഞിരിക്കുന്നത്? എത്ര ടയർ ഈ ബസ്സിന്? അപ്പൊ 6 ടയർ ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ബസ്സിനൊരു സ്റ്റിയറിംഗ് ഉണ്ടെന്നറിയാം, ഒരു ഗിയർ ഉണ്ടെന്നറിയാം. ആ ഗിയർ
ബസ്സിനെ കുറിച്ച്. വേറെ ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കില്ല, എനിക്ക് അറിഞ്ഞൂടാ. ഐ ആം എ പെർഫെക്റ്റ് കണ്ടക്ടർ. ഓക്കെ, കാരേറ്റ് ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറുകയാണ് ഗൈസ്. കണ്ടില്ലേ, കാരേറ്റ് ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞങ്ങ് പോകണം. ഒരു RKB കിടക്കുന്ന നിങ്ങളാരെങ്കിലും കാണുന്നുണ്ടോ? ഇവിടെ എല്ലാം വലിയ സെറ്റപ്പാണ്. കിടക്കണ കിടപ്പ് കണ്ടോ ഒരു RKB. ചേച്ചി മാറിയില്ലേ ചേച്ചി? വണ്ടി പറഞ്ഞ കണ്ടില്ലേ? അപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ പോവാണ്. നമുക്കിനി വർക്ക്ഷോപ്പിലെത്തിയിട്ട് സംസാരിക്കാം. നമ്മളങ്ങനെ എത്താറായിരിക്കുന്നു. നമ്മുടെ വർക്ക്ഷോപ്പ് ആവാറായി ഗൈസ്. ശുഭ എന്തോ വലിയ ഗ്രഹനമായ ആലോചനയിലാണ്. എന്തരാണ് ഇത്ര ആലോചിച്ച് കൂട്ടണേന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ. അതിൻ്റെ കൂടെ കൂട്ടിനിരുന്ന് ആലോചിക്കാണ്ട ഈ പൊട്ടൻ. ചട്നി മാമിയിൽ അവിടെ എത്തിയിരിക്കുന്നു നമ്മൾ. ഓ, അവിടെ പുതിയ ഹോട്ടലാണ് ചട്നി മാമി. ഫുള്ളി വെജിറ്റേറിയൻ, നോട്ട് വെജ്. അവിടെ നിന്ന് പറന്നടിച്ച് ഒരു RKB പറന്നടിച്ച് പോകുന്നുണ്ട് ഗൈസ്. മഴക്കോളുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മളെ ജോലികളൊക്കെ എങ്ങനെ നടക്കുമെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. വണ്ടിയൊക്കെ നിര പോണ കണ്ടില്ലേ? ചൊറിഞ്ഞിരുന്ന് വണ്ടി ഓട്ടിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ പൊരുന്തമൺ എത്തിയിരിക്കുന്നു. വർക്ക്ഷോപ്പിലോട്ട് എത്താറായി. വർക്ക്ഷോപ്പിലോട്ട് എത്തി. വർക്ക്ഷോപ്പിലോട്ട് കയറുവാണ് ഗൈസ്. ദിസ് ഈസ് ലൈലാൻഡ് വർക്ക്ഷോപ്പാണ്. വണ്ടികൾ അതിനകത്ത് ഫുള്ളാണ്. വണ്ടി ഇതാ തുറന്നൊക്കെ വെച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്ത് നടക്കുമെന്ന്. ഇതൊക്കെ എന്തിനാണ് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം തുറന്നൊക്കെ വെച്ചിരിക്കുന്നു. പണിയൊക്കെ തകർത്ത് നടക്കുന്നുണ്ട്. ഷിബു എത്തിയിരുന്ന് നോക്കണം. ഷിബുവിനെല്ലാം മനസ്സിലായിട്ട് തന്നെ എത്തിയിരുന്നു നോക്കാം നമുക്ക്.